ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് പാർട്ട് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക. ഇത് പ്രിപ്പറേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അഥവാ സെക്കൻഡ് പ്രിപ്പറേഷൻ മെത്തേഡ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫ്രം ഹൈഡ്രോ കാർബണാണ്. ഹൈഡ്രോ കാർബണിന്ന് എങ്ങനെയാണ് ഹാലോ ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയുന്നത്. ശ്രദ്ധിക്കണേ, എക്സാമിന് പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളും കൂടിയാണ് ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻ പാർട്ടിലേക്ക് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. NCERT ടെക്സ്റ്റിലെ എക്സസൈസ് പാർട്ടും വർക്കൗട്ട് പ്രോബ്ലവും അതേപോലെ തന്നെ എക്സംപ്ലർ പാർട്ടും ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യനും വളരെ കൃത്യമായി മനസ്സിലാകത്തക്ക രൂപത്തിലാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, ശരിക്കും ശ്രദ്ധിച്ചിരിക്കണേ. CH3 CH2 CH2 CH3 എന്ന് പറയുന്ന ഒരു ആൽക്കെയിൻ ഉണ്ട്. ആൽക്കെയിൻ സിംഗ്ലി ബോണ്ടഡ് ഹൈഡ്രോ കാർബൺ അല്ലേ വരുന്നത്. അതിന് ഞാൻ ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് UV ലൈറ്റ് ഓർ ഹീറ്റ് ചെയ്തു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നോക്കാനുള്ളത്. അതിൽ ഒന്നാമതായി നോക്കുക, ഈ ക്ലോറിനിലേക്ക് നമ്മൾ UV ലൈറ്റോ അല്ലെങ്കിൽ ഹീറ്റോ കൊടുക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്, ക്ലോറിൻ ഇങ്ങനെയല്ലേ നിൽക്കുന്നത്, അവിടുത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഫ്രീ റാഡിക്കലായിട്ട് മാറും. ക്ലോറിൻ ഫ്രീ റാഡിക്കലായിട്ട് മാറും. ദാറ്റ് മീൻസ് ഇതിലേക്ക് എനർജി വരും. എനർജി വരുമ്പോൾ ബോണ്ട് ബ്രേക്ക് ആവും. പക്ഷേ ഈ ബോണ്ട് ബ്രേക്ക് ആവുന്നതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഈ ഇലക്ട്രോണുകളില്ലേ, അവർക്ക് എനർജി കൂടുതലായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ഇലക്ട്രോണുകളെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ മാത്രം എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ വൺ ഓഫ് ദ ഇലക്ട്രോൺ, എ ന്യൂട്രൽ ആറ്റം വിത്ത് വൺ ഓഫ് ദ ഇലക്ട്രോൺ ഈസ് ഇൻ ഇറ്റ്സ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഫ്രീ റാഡിക്കൽ. ക്ലിയർ അല്ലേ? ഇനി ആ ഫ്രീ റാഡിക്കൽ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്ന അറിയോ? അപ്പോൾ ഈ മോളിക്യൂൾ എടുക്കുക. ഇത് ഞാൻ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വരച്ചു എന്നേ ഉള്ളൂ. CH3 CH2 CH2, ഈ ഇവിടുത്തെ CH3യെ ഞാൻ മൂന്നെണ്ണാക്കി വരച്ചു. ഈ ഫ്രീ റാഡിക്കലിന്റെ ആദ്യത്തെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും. ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതിൽ രണ്ട് ടൈപ്പ് ഹൈഡ്രജനാണ്. നോക്കേ, ഈ അറ്റത്തിരിക്കുന്ന കാർബൺ വേറെ ഒരു കാർബണുമായിട്ട് മാത്രം അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. Therefore this one is considered as primary carbon atom. ഈ കാർബൺ അതർ ടു കാർബൺ ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. Therefore this one is considered as secondary carbon atom. ഇത് കഴിഞ്ഞ വീഡിയോയിൽ വൃത്തിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനി ഇത് നോക്കി, ഈ കാർബൺ അതർ ടു കാർബൺ ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. Therefore this one is also be considered as a secondary carbon atom. ഈ കാർബൺ വേറെ ഒരു കാർബണുമായിട്ട് മാത്രം അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. Therefore this one is considered as primary carbon atom. അപ്പൊ ഇതിൽ രണ്ട് പ്രൈമറിയും രണ്ട് സെക്കൻഡറി ഉണ്ട്. സെയിമാ? ക്ലിയർ? രണ്ട് പ്രൈമറി ഒരേപോലെയാണ്, രണ്ട് സെക്കൻഡറിയും ഒരേപോലെയാണ്. അപ്പൊ രണ്ട് ഡിഫറെന്റ് ടൈപ്പ് കാർബൺ ആറ്റം അതിലുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ക്ലോറിൻ ഒന്നുകിൽ ഈ പ്രൈമറി ഈ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്ത് HCl ആയിട്ട് മാറും. ഈ ക്ലോറിനും ഈ ഹൈഡ്രജനും അബ്സ്ട്രാക്ട് ചെയ്തിട്ട് ഇത് പ്രൈമറി ഇതങ്ങ് പോകും. ഈ H റാഡിക്കലും Cl റാഡിക്കലും HCl ആയിട്ട് പോകും. എന്നിട്ട് ഇവിടെ റാഡിക്കൽ ഇല്ലേ, അവിടേക്ക് ഈ Cl റാഡിക്കൽ വന്നിട്ട് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് കാർബൺ ആണ് ആൽഫ, ഇത് സെക്കൻഡ് കാർബൺ ആണ് ബീറ്റ. ഒറ്റ ബീറ്റ കാർബണാറ്റ് ഉള്ളതുകൊണ്ട് അതിനെ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആൽക്കൈന് ക്ലോറിനും ഇൻ പ്രസൻസ് ഓഫ് UV ലൈറ്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ ദ ഫോർമേഷൻ ഓഫ് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലെ ഞാൻ എടുത്തു ആൽക്കൈൻ CH3 CH2 CH2 CH3. ഇനി ഈ സെക്കൻഡറി എന്ന് വേണമെങ്കിൽ ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്തൂടെ? അപ്പൊ ഇവിടുത്തെ ഈ ഹൈഡ്രജനെ ഈ ക്ലോറിൻ അബ്സ്ട്രാക്ട് ചെയ്തു, ഇത് HCl ആയിട്ട് മാറി. അടുത്ത ക്ലോറിൻ ഇവിടേക്ക് വന്നു. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ H റാഡിക്കൽ പോയി ഈ Cl റാഡിക്കലായിട്ട് കമ്പൈൻ ചെയ്ത് HCl ആയിട്ട് മാറി. ഈ Cl റാഡിക്കൽ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നോക്ക്, ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആണ് ഫസ്റ്റ് കാർബൺ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആൽഫ. അതേ സമയത്ത് ഇത് ബീറ്റയാണ്, ഇത് ബീറ്റ, കാരണം അത് അറ്റാച്ച് ചെയ്ത രണ്ടാമത്തെ കാർബണാറ്റാണ്. അപ്പൊ രണ്ട് ബീറ്റ കാർബണാറ്റ് ഉണ്ട്. രണ്ട് ബീറ്റ കാർബണാറ്റ് ഉള്ളതുകൊണ്ട് സെക്കൻഡറി. നിങ്ങൾക്കറിയാം കാർബോകാറ്റയുടെ അതേ സ്റ്റെബിലിറ്റി ഓർഡർ തന്നെയാണ് ഫ്രീ റാഡിക്കൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറിയേക്കാൾ മോർ സ്റ്റേബിൾ ആണ് സെക്കൻഡറി ഫ്രീ റാഡിക്കൽ. അതുകൊണ്ട് ഏറ്റവും സ്റ്റേബിൾ പ്രൊഡക്റ്റ് തരിക സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ആയിരിക്കും. ദാറ്റ് മീൻസ് സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ഈസ് ദ മേജർ പ്രോഡക്റ്റ്. അപ്പോൾ ഇതിൽ പ്രൈമറി ഉണ്ടാവുന്നുണ്ട്, സെക്കൻഡറി ഉണ്ടാവുന്നുണ്ട്, പക്ഷെ മേജർ പ്രൊഡക്റ്റ് ഏതായിരിക്കും? സെക്കൻഡറി ആയിരിക്കും. ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ നോക്ക്, ആൽക്കെയിൻ ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് UV ലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഈ കോമ്പൗണ്ടിൽ പ്രൈമറി ഉണ്ടാകുന്നുണ്ട്, സെക്കൻഡറി ഉണ്ടാകുന്നുണ്ട്, പക്ഷേ സെക്കൻഡറി ആയിരിക്കും മേജർ.
ഇഫ് ദർ ഈസ് എനി പോസിബിലിറ്റി ഫോർ ടെറിഷറി, ദാറ്റ് വൺ ഷുഡ് ബി ദ മേജർ വൺ. അവിടെ ഏതെങ്കിലും ടെറിഷറിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ ടെറിഷറി ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. കാരണം കാർബോകാറ്റോണിന്റെ അതേ സ്റ്റെബിലിറ്റി ഓർഡർ തന്നെയാണ് ഫ്രീ റാഡിക്കൽ ഫോളോ ചെയ്യുന്നത്. ക്ലിയർ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? ഒന്നും കൂടി നോക്കേ. ഇനി അടുത്ത കേസ്, അടുത്തയിലേക്ക് പോവാം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വഴി എങ്ങനെയാണ് ഹാലൈറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അതിന് നമ്മൾ ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് എടുത്തു, ടൊളീൻ. ബെൻസിൻ റിങ്ങിന്റെ മുകളിൽ CH3 ഗ്രൂപ്പ് വരുന്ന ടൊളീൻ എടുത്തു. ക്ലിയർ? ഈ ടൊളീനിലേക്ക് എന്താ നമ്മൾ ഹാലജൻ വെച്ച് ട്രീറ്റ് ചെയ്തു. ഹാലജൻ ആരൊക്കെ ആവാം? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഏതും ആവാം. ഇവിടെ നമ്മൾ അയൺ ഇൻ പ്രസൻസ് ഓഫ് ഡാർക്കിലാണ്. അയൺ ഡാർക്കിലാണ്. എന്താ കുഴപ്പമെന്നറിയോ? ഇവിടെ ലൈറ്റിന്റെ പ്രസൻസിലാണെങ്കിൽ ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ വരും. ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ നേരത്തെ പോലെ റിയാക്ഷൻ നടക്കും. അതില്ലാതിരിക്കാനാണ് നമ്മൾ ഡാർക്ക് മീഡിയത്തിൽ എടുക്കുന്നത് അയൺ. അങ്ങനെ ഡാർക്ക് മീഡിയത്തിൽ എടുത്തു കഴിഞ്ഞാൽ നോക്കെ ഹാലജൻ ഏതൊക്കെ ആവാം? ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, അയഡിൻ ആവാം. ഫ്ലൂറിൻ സാധാരണ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് എക്സ്പ്ലോഡ് ചെയ്തു. അങ്ങനെ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഓർത്തോ ഹാലോടൊളീനും പാരാ ഹാലോടൊളീനുമാണ് പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. ശരിക്കും മനസ്സിലാക്കി വെക്കണേ. ടൊളീൻ when treated with any halogen in presence of iron in dark medium, we will get ortho para halotoluene. ഓർത്തോ ഹാലോടൊളീനും പാരാ ഹാലോടൊളീനും ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇനി അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. നോക്കണേ, ക്ലോറിൻ എടുത്തു. ഈ ക്ലോറിൻ എടുത്തിട്ട് ഞാൻ അതിലേക്ക് അയൺ ഡാർക്ക് മീഡിയത്തിൽ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ക്ലോറൈഡ് ഉണ്ടാകുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരു Cl+ ഉണ്ടാകുന്നുണ്ട്. Cl- അയൺ വലിക്കും, Cl+ പ്രൊഡ്യൂസ് ചെയ്യും. ഇലക്ട്രോഫൈൽ, ഇലക്ട്രോൺ ഇഷ്ടമുള്ള Cl+. ആ Cl+, നിങ്ങൾക്കറിയാം ഈ ടൊളീൻ എടുത്തു കഴിഞ്ഞാൽ ഇത് അങ്ങനെയല്ലേ ഉള്ളത്? ബെൻസിൻ റിങ്, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. ഈ കാർബൺ ആണോ ഹൈഡ്രജൻ ആണോ മോർ ഇലക്ട്രോൺ നെഗറ്റീവ്? കാർബണാ. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി ഒക്കെ ഇത് ഇങ്ങോട്ടേക്ക് വലിക്കും. ഇലക്ട്രോൺ ഡെൻസിറ്റി വലിച്ചു കഴിഞ്ഞാൽ കാർബൺ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. അയാൾ എവിടേക്ക് കൊടുക്കും? റിങ്ങിലേക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റിയെ കൊടുക്കുമ്പോൾ നോക്ക്, അത് ഹൈപ്പർ കോൺജുഗേറ്റ് ഇഫക്റ്റ് വഴിയാണ് കൊടുക്കുക. ഈ സിഗ്മ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും, ഇവിടുത്തെ ഈ മൾട്ടിപ്പിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ വരൂലേ? ആ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ളിടത്തേക്ക് Cl+ വരും. അങ്ങനെയാണ് ഈ ഓർത്തോ ഹാലോ കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്ത കേസിൽ നോക്ക്, ഇപ്പം ഇങ്ങനെയല്ലേ ഉള്ളത്. ഇനി ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ റെസൊണൻസ് വഴി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആ നെഗറ്റീവ് പൊട്ടൻഷ്യലിലോട്ടേക്ക് Cl+ വന്നിട്ടാണ് പാരാ ഹാലോ കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സംഭവം സിമ്പിളാ. ടൊളീൻ ഈസ് എ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ഒരു ഇൻകമിങ് ഇലക്ട്രോഫൈലിനെ, ഇങ്ങോട്ടേക്ക് വരുന്ന ഇലക്ട്രോഫൈലിനെ ടൊളീനിലെ CH3 ഗ്രൂപ്പ് ഒന്നുകിൽ അതിൻ്റെ ഓർത്തോ സൈറ്റിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പാരാസൈറ്റിലേക്ക് ഡിറക്റ്റ് ചെയ്യും. ഇതിനെയാണ് ഓർത്തോ പാരാ ഡിറക്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ബെൻസിൻ റിങ്ങിൻ്റെ മുകളിൽ ടൊളീൻ CH3 ഗ്രൂപ്പ് ആയതുകൊണ്ട് അത് ഹാലജനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോഫൈലിനെ ഓർത്തോ സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഓർത്തോ ഹാലോടൊളീൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, പാരാസൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ പാരാ ഹാലോടൊളീൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? എന്ന് വെച്ചാൽ സിമ്പിളാണ് സാധനം. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിൽ ഇറങ്ങി എങ്ങനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കൂടി പറയുന്നുണ്ടെന്ന് മാത്രം, വേറെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഇത് ഡാർക്ക് ആയിരിക്കണം. ഇത് ലൈറ്റിൻ്റെ പ്രസൻസിലാണെന്നുണ്ടെങ്കിൽ ഈ CH3ൻ്റെ മുകളിലാണ് ആര് വരിക? അവിടുന്ന് ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ടാണ് അവിടെ ക്ലോറിൻ വരിക. അത് എൻട്രൻസ് എക്സാമിന് സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അത് ഫർദർ ടോപ്പിക്കിൽ അത് വരുന്നത് കൊണ്ട് നമ്മളതിപ്പോൾ സംസാരിക്കുന്നില്ല എന്ന് മാത്രം. ഇനി നോക്കണേ, അടുത്ത് ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ വഴി നമുക്ക് ഹാലോ കോമ്പൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് വരും, എന്താണ് ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ? ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് അനിലിന. ബെൻസിൻ റിങ്ങിൻ്റെ മുകളിൽ NH2 ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ അനിലിൻ എന്ന് വിളിക്കുന്നത്. അനിലിൻ. ക്ലിയർ? ഈ അനിലിനെ നമ്മൾ NaNO2 HCl at 0 to 5 degree Celsius, അത് 273 to 278 Kelvin. ഇത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസിൻ ഡയസോണിയം സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഈ റിയാക്ഷനെയാണ് നമ്മൾ ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. സംഭവം ഇത്രയല്ലേ? ഡയസോണിയം സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. എവിടുന്ന്? അനിലിൽ നിന്ന്. എപ്പോഴാ? NaNO2 HCl at 0 to 5 degree Celsius വെക്കുമ്പോഴാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഡയസോണിയം സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ. ഈ ഡയസോട്ടൈസേഷൻ റിയാക്ഷന്
ഈ ചാപ്റ്ററിൽ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഇത് ബെൻസീൻ ഡൈസോണിയം സോൾട്ട് ഇമ്പോർട്ടൻസ് നോക്കേ. നമ്മൾ അനിലിനെ NaNO2 ബാർ HCl at 0 to 5 ഡിഗ്രി സെൽഷ്യസ് എടുത്ത് ബെൻസീൻ ഡൈസോണിയം സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഇത് ഹൈലി അൺസ്റ്റേബിളാ, പെട്ടെന്ന് വേറെ പ്രൊഡക്റ്റുകളായി മാറാൻ സാധ്യത കൂടുതലുള്ള സാധനമാണ്. ഇതിലേക്ക് ഞാൻ ശ്രദ്ധിച്ചോളെ HCl വെച്ച് ട്രീറ്റ് ചെയ്തു. ഇൻ ദ പ്രസൻസ് ഓഫ് Cu2Cl2, ദാറ്റ് മീൻസ് കുപ്രസ് ക്ലോറൈഡിന്റെ പ്രസൻസിൽ HCl വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഡയറക്ട്ലി കൺവേർട്ടഡ് ടു ക്ലോറോബെൻസീൻ. അപ്പോൾ ഹാലോ കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തില്ലേ? ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സാൻമേയേഴ്സ് റിയാക്ഷൻ. അപ്പൊ എന്താണ് സാൻമേയേഴ്സ് റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ഇവിടുന്ന് തൊട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഇവിടുന്ന് തുടങ്ങാം. ഇറ്റ് ഈസ് എ മെത്തഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ അരീൻ, ദാറ്റ് മീൻസ് ക്ലോറോബെൻസീൻ, ഫ്രം ഐദർ ഡയസോണിയം സോൾട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ അനിലീൻ എന്ന് പറയാം. ഡയസോണിയം സോൾട്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഫ്രം ഡയസോണിയം സോൾട്ട് ബൈ ട്രീറ്റ്മെന്റ് വിത്ത് HCl ഇൻ ദ പ്രസൻസ് ഓഫ് കുപ്രസ് ക്ലോറൈഡ് Cu2Cl2. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സാൻമേയേഴ്സ് റിയാക്ഷൻ. ഇനി ഇതന്നെ ആവണം നിർബന്ധമില്ല കേട്ടോ. ഇവിടെ HCl വെച്ചാൽ സയനോബെൻസിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതും സാൻമേയേഴ്സ് റിയാക്ഷൻ തന്നെയാണ്. നമ്മളെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഹാലോ കോമ്പൗണ്ട് ആയതുകൊണ്ട് ആ ഹാലോ കോമ്പൗണ്ടിന് മാത്രം ഞാൻ അവിടെ റെപ്രസെന്റ് ചെയ്തു എന്ന് മാത്രം. ഇനി അടുത്തത് ശരിക്കും ശ്രദ്ധിച്ചോളേ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ടെക്സ്റ്റിലുണ്ട്, പക്ഷെ കുറച്ച് അപ്പുറത്താണ് ഉള്ളത്. ഇത് എൻട്രൻസിന് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാൻ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അടുത്തത് സംസാരിക്കുന്നത്. നോക്കണേ, ഇതിൽ ഞാൻ HCl എടുത്തു. ഇത് ഇവിടെ എടുത്ത HCl തന്നെയാണ്, ഇവിടെ എടുത്ത HCl ആണ്. ഇവിടെ ഞാൻ എടുത്തത് കുപ്രസ് ക്ലോറൈഡാ, Cu2Cl2, അല്ലെങ്കിൽ CuCl എടുത്താലും മതി. ഇനി ഞാൻ ഇവിടെ എടുത്തത് കോപ്പർ പൗഡർ ആണെങ്കിൽ പോലും, ശരിക്കും ശ്രദ്ധിക്കണം, ഇവിടെ HCl എടുത്ത് ഇവിടെ കോപ്പർ പൗഡർ എടുത്താൽ പോലും വി വിൽ ഗെറ്റ് ക്ലോറോബെൻസീൻ. പക്ഷേ ഈ റിയാക്ഷൻ കണ്ടെത്തിയത് ഗട്ടർമാൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഗട്ടർമാൻ റിയാക്ഷൻ എന്നാണ് വിളിക്കാറുള്ളത്. നോക്ക്, ഇവിടെ ശ്രദ്ധിക്കണേ, HCl എടുത്തു, ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് Cu2Cl2 എടുത്തു, ഇവിടെ HCl എടുത്തു, ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് കോപ്പർ പൗഡർ എടുത്തു. ആ കാറ്റലിസ്റ്റ് മാറുന്നതിനനുസരിച്ച് ഇതിന്റെ പേര് മാറുന്നുണ്ട്. ഇവിടെ കോപ്പർ പൗഡർ എടുത്താലും Cu2Cl2 എടുത്താലും ക്ലോറോബെൻസീനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഒന്ന് സാൻമേയേഴ്സ് റിയാക്ഷൻ ആണ്, മറ്റൊന്ന് ഗട്ടർമാൻ റിയാക്ഷൻ ആണ്. സാധാരണ ഹാലോ ഫ്ലൂറോ അരീൻ എന്നുവെച്ചാൽ ഫ്ലൂറോബെൻസിൻ സാധാരണ പ്രൊഡ്യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് ഒറ്റ മെത്തേഡ്, ദ വൺ ആൻഡ് ഓൺലി മെത്തേഡ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ബാൾഷിമൻ റിയാക്ഷൻ. സംഭവം ഇത്രയേ ഉള്ളൂ. നോക്കണേ, HF എടുക്കുക ഇൻ ദ പ്രസൻസ് ഓഫ് BF3. BF3യുടെ പ്രസൻസിൽ HF എടുക്കുക, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് എടുക്കുക BF3ന്റെ പ്രസൻസിൽ. ഇത് രണ്ടും കൂടി മിക്സ് ആയി കിട്ടുന്ന സാധനമാണ് HBF4. നോക്ക്, HBF4. അപ്പോൾ ചില പുസ്തകത്തിൽ HBF4 എന്നാണ് കാണുക. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, HF ഇൻ ദ പ്രസൻസ് ഓഫ് BF3 ആണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഡയറക്ട്ലി ഫോംസ് ഫ്ലൂറോബെൻസീൻ. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ബാൾഷിമൻ റിയാക്ഷൻ. ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് ദ വൺ ആൻഡ് ഓൺലി മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫ്ലൂറോബെൻസീൻ അല്ലെങ്കിൽ ഫ്ലൂറോ അരീൻ. ഇത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വൺ ആൻഡ് ഓൺലി മെത്തേഡാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നോക്കേ, ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു KI ഇട്ടാൽ പോലും ഇവിടെ അയോഡോബെൻസിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് ഹാലോ അരീൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇനി ഞാൻ ഇവിടെ എടുത്തത് HBr ആണെങ്കിൽ ബ്രോമോബെൻസിൻ ആട്ടോ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. ഇവിടെ HBr ആണെങ്കിൽ ബ്രോമോബെൻസിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഡയസോണിയം സോൾട്ടിന്റെ ഇമ്പോർട്ടൻസ് കിട്ടിയില്ലേ? ഡയസോണിയം സോൾട്ടിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അനിലിൽ നിന്ന് ഡയസോണിയം സോൾട്ട് ഉണ്ടാക്കിയിട്ട് ഇതാണ് ഇന്റർമീഡിയറ്റ്. ഈ സാധനത്തിൽ നിന്നാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നത്, ഹാലോ കോമ്പൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു വെച്ചത്. അല്ലാതെ ഡയസോട്ടൈസേഷൻ റിയാക്ഷന് ഇവിടെ വേറെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ക്ലിയർ? നോക്ക്, അടുത്തതും കൂടി പറഞ്ഞോണ്ടേ, ഒരെണ്ണം കൂടി നോക്കേ. ഫ്രം ആൽക്കീൻ, ഇപ്പൊ CH2 ഡബിൾ ബോണ്ട് CH2, ഏറ്റവും സിംപ്ലസ്റ്റ് ആൽക്കീൻ. എത്തീൻ, ഈ എത്തീനിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു HCl ഇട്ടു. അപ്പൊ നോക്ക്, ഒരു H ഒന്നിലേക്കും Cl മറ്റേലേക്കും പോകും. നിങ്ങൾക്കറിയാം HCl എന്ന് പറഞ്ഞാൽ പോളാർ കോമ്പൗണ്ട് ആണ്. H+ഉം Cl- ആയിട്ടാണ് നിൽക്കുക. അവർക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല, ഒന്നിലേക്കും മറ്റു അടുത്തയിലേക്കും പോകും. ദാറ്റ് മീൻസ് ഇറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് CH3 CH2 Cl. അതേ സമയത്ത് നമ്മൾ CH3 CH ഡബിൾ ബോണ്ട് CH2 ആണ് എടുക്കുന്നത് എന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ഒരു എത്ത് പ്രൊപ്പ് 3 കാർബൺ ആറ്റല്ലേ. അപ്പോൾ പ്രൊപ്പീൻ ആണ് ഞാൻ എടുത്തതെങ്കിൽ അതിലേക്ക് HCl ആഡ് ചെയ്താൽ പ്രശ്ന. കാരണം ഇത് H+ ഉണ്ട്, Cl- ഉണ്ട്. ഇത് ഏത് കാർബൺ ആറ്റത്തിലേക്ക് പോകണം? ഈ ഡബ്ലി ബോണ്ടഡ് കാർബൺ ആറ്റാണ് മോർ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ ഇലക്ട്രോൺ റിച്ച്നെസ് കൂടുതലാണ്. ആദ്യം വരുന്നത് ഇവിടുത്തെ H+ ആയിരിക്കും, അതിനുശേഷം മാത്രമാണ് Cl- വരിക എന്നുള്ളതൊക്കെ അറിയാം. അങ്ങനെയാണെങ്കിൽ എവിടേക്ക് പോകും എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ നോക്കുക.
ഇവിടെ ഞാൻ ഈ കോമ്പൗണ്ട് എടുത്തു. ഈ കോമ്പൗണ്ട് എടുത്ത് ഞാൻ ഇതിലേക്ക് HCl ഇട്ടു. ക്ലിയർ. ഇവിടെ H പ്ലസ് ഉണ്ട്, Cl മൈനസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം മർക്കോണിക്കോസ് റൂൾ. ഫസ്റ്റ് ഇയറിൽ വൃത്തിയായിട്ട് പഠിച്ചതാണല്ലോ. When an unsymmetrical species is added to an unsaturated system, unsymmetrical species ആണ് പോളാർ. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ, ഒരു അൺസിമെട്രിക്കൽ സ്പീഷീസ് ഒരു മൾട്ടിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിലേക്ക് ആഡ് ചെയ്യപ്പെടുമ്പോൾ ഈ അൺസിമെട്രിക്കൽ സ്പീഷീസിലെ നെഗറ്റീവ് പാർട്ട് എവിടേക്ക് പോകും? The negative part of the attacking group will goes to carbon which containing lower number of hydrogen. ഏത് ഈ മൾട്ടിപ്പിൾ ബോണ്ടഡായിട്ടുള്ള കാർബൺ ആറ്റില്ലേ, അതിൽ ഏതിലാണോ ഏറ്റവും കുറവ് ഹൈഡ്രജൻ ഉള്ളത് അവിടേക്കാണ് ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് പോവുക. അപ്പോൾ അത് എവിടേക്ക് പോകും? ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. അപ്പോൾ ഈ Cl ഇങ്ങോട്ടേക്ക് വരും. ഈസ് ക്ലിയർ? H എവിടേക്ക് പോകും? ഇവിടേക്കും പോകും. ഈ ബോണ്ട് ബ്രേക്ക് ആവും. അങ്ങനെ ഏത് പ്രോഡക്റ്റിലേക്ക് എത്തും? CH3 CHCl. ഈ Cl ഇവിടേക്കല്ലേ വരുന്നത്. ഈ Hലേക്ക് ഇവിടെ ഹൈഡ്രജനും വരും, CH3 ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ മർക്കോണിക്കോസ് റൂൾ എന്ന് വിളിക്കുന്നത്. When an unsymmetrical species is added to an unsaturated system, the negative part of the attacking group will goes to carbon which containing least number of hydrogen atom. Got it? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കേ, അടുത്ത പോയിന്റ്. അടുത്തത് ഒരു സിമ്പിൾ ആണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഈ മൾട്ടിപ്പിൾ ബോണ്ടിലേക്ക് രണ്ട് സൈഡിലേക്ക് ഈ 2 കാർബൺ ആറ്റത്തിലേക്കും ഹാലജൻ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഒറ്റ പണി ചെയ്താൽ മതി. ക്ലോറിനോ ബ്രോമിനോ അയഡിനോ ഏതെടുത്തോട്ടെ, ഒരു നോൺ പോളാർ സോൾവെന്റിൽ ഒന്നുകിൽ ബെൻസീൻ അല്ലെങ്കിൽ CCl4 കാർബൺ ടെട്രാക്ലോറൈഡ്, ഇതിൽ ഏതിലെങ്കിലും ഒന്നിൽ, CCl4 തന്നെയാണ് കേട്ടോ കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറയുന്നത്, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു നോൺ പോളാർ സോൾവെന്റിന്റെ പ്രസൻസിൽ ക്ലോറിൻ എടുത്തു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടും. ഇവിടെ ഒരു CH3 കൂടി ഉണ്ട് കേട്ടോ, ഇവിടെ CH3 കൂടി ഉണ്ടാവേ. ആ മൾട്ടിപ്പിൾ ബോണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഹാലജൻ അറ്റാച്ച് ചെയ്യപ്പെടും എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഒരൊറ്റ എണ്ണം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഏത് കഴിയും? പ്രിപ്പറേഷൻ പാർട്ട് കഴിയും. അതാണ് ഈ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരീൻസിലെ നമ്മൾ ഏതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രിപ്പറേഷൻ. നമ്മൾ ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞതാണ്, ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞതാണ്, നോമൻക്ലേച്ചർ കഴിഞ്ഞതാണ്, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഏത്? പ്രിപ്പറേഷൻ. ലാസ്റ്റ് ഇനി പ്രോപ്പർട്ടീസും യൂസസും കൂടി മാത്രമേ ഉള്ളൂ. അതോടുകൂടി ചാപ്റ്റർ കഴിയും. അത്ര സിമ്പിൾ ആണിത്. നമ്മളിതിനെ വേറെന്തോ ആണ് എന്ന് വിചാരിച്ച് അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടാതിരിക്കുക. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ട് മനസ്സിലാക്കി പോകേണ്ട ഒന്നാണ്. ഇതിൽ കാര്യം കറക്റ്റാണ്. 274ഓളം റിയാക്ഷൻസ് ഇതിൽ ബൈഹാർട്ട് ചെയ്യാനുണ്ട്. പക്ഷെ ബൈഹാർട്ട് ചെയ്യരുത് ഒരിക്കലും. ഇതിൽ എല്ലാ റിയാക്ഷൻ 4 ഡിഫറെൻറ്റ് ടൈപ്പാണ്. ആ 4 ഡിഫറെൻറ്റ് ടൈപ്പ് മനസ്സിലാവുന്നതോടുകൂടി ഈ 200 ആൻഡ് സംതിങ് റിയാക്ഷൻ ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നോക്കണേ, ഇനി ഇത് നോക്ക്, ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. ഈ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷനിൽ ഒരു ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്. ഈ ഹാലജൻ എന്ന് പറയുന്നത് ഏതും ആവാട്ടോ, ക്ലോറിൻ ആവാം ബ്രോമിൻ ആവാം. അതിനെ ഞാൻ സോഡിയം അയഡൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യാണ്. ഏതാ വെച്ച് ട്രീറ്റ് ചെയ്യുന്നത്? സോഡിയം അയഡൈഡ്. ഈ സോഡിയം അയഡൈഡ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹാലജൻ എക്സ്ചേഞ്ച് നടക്കും. ഈ അയഡിൻ ഇങ്ങോട്ടേക്കും ഈ എക്സ് ഇങ്ങോട്ടേക്കും മാറും. ദാറ്റ് മീൻസ് ആൽക്കൈൽ അയഡൈഡും സോഡിയം ഹാലൈഡും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഈ റിയാക്ഷനെയാണ് നമ്മൾ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ആക്ച്വലി ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ ഈസ് ആൻ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ തന്നെയാണ്. അവിടെ എന്താ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൽക്കൈൽ അയോഡൈഡ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ശരിക്കും ശ്രദ്ധിക്കണേ, ആൽക്കൈൽ അയോഡൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന റിയാക്ഷനാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ഇവിടെ ഹാലജൻ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. സോഡിയം അയഡൈഡ് ആണ് ഇവിടെ റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അതേ സമയത്ത് ആൽക്കൈൽ ഫ്ലൂറൈഡ് ഉണ്ടാക്കാനുള്ള മെത്തേഡുകളുണ്ട്. അത് സ്വാർട്സ് റിയാക്ഷൻ എന്നാണ് അറിയപ്പെടുക. എന്ന് വെച്ചാൽ ഒരു ആൽക്കൈൽ ഹാലൈഡ് ഞാൻ എടുത്തു, അതിൽ AgF വെച്ച് ട്രീറ്റ് ചെയ്തു. ഇനി AgF തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. AgF വെച്ച് ട്രീറ്റ് ചെയ്ത് ഇവിടെ ഹാലജൻ എക്സ്ചേഞ്ച് നടക്കും. ബ്രോമിന് പകരം ഫ്ലൂറിൻ വരും. ഈ റിയാക്ഷനാണ് നമ്മൾ സ്വാർട്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ AgF തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഏതെടുത്താലും മതി. HgF ടു മെർക്കുറിക് ഫ്ലൂറൈഡ്, SbF3 ആന്റിമണി ട്രൈഫ്ലൂറൈഡ്, ഏതെങ്കിലും ഒരു മെറ്റൽ ഫ്ലൂറൈഡ് എടുത്താൽ മതി. മനസ്സിലാവുണ്ടോ? പക്ഷെ ആ മെറ്റൽ ഫ്ലൂറൈഡുകളിൽ ഏറ്റവും ബെസ്റ്റ് ആരാണ്? AgF ആണ്. ഈ AgF വെച്ച് ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൂറൈഡ് അല്ലാത്ത ബ്രോമൈഡോ ക്ലോറൈഡോ അയഡൈഡോ ആയിട്ടുള്ള ആരെങ്കിലും വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഡയറക്ട്ലി കൺവേർട്ടഡ് ടു കറസ്പോണ്ടിങ് ഫ്ലൂറൈഡ്. ആക്ച്വലി ദിസ് ഈസ് ദ വൺ ആൻഡ് ഓൺലി മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഫ്ലൂറൈഡ്.
ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് സ്വാർട്സ് റിയാക്ഷൻ. നമ്മൾ നേരത്തെ മറ്റൊരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേതാന്ന് വെച്ചാൽ ബാൾഷിമൻ റിയാക്ഷനാണ്. ദിസ് ഈസ് ദ വൺ ആൻഡ് ഓൺലി മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അരൈൽ ഫ്ലൂറൈഡ്. അതേ സമയത്ത് ദിസ് ഈസ് ദ വൺ ആൻഡ് ഓൺലി മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഫ്ലൂറൈഡ്. ശ്രദ്ധിക്കണേ, അരൈൽ ഫ്ലൂറൈഡ് ഉണ്ടാക്കാനുള്ള വൺ ആൻഡ് ഓൺലി മെത്തേഡ് ബാൾഷിമൻ റിയാക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ആൽക്കൈൽ ഫ്ലൂറൈഡ് ഉണ്ടാക്കുന്ന ഈ റിയാക്ഷനെ വൺ ആൻഡ് ഓൺലി മെത്തേഡിനെ നമ്മൾ സ്വാർട്സ് റിയാക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് പ്രിപ്പറേഷനിൽ പറയുന്നത്. ഇപ്പൊ നോക്കേ, ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞു, ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, നോമൻക്ലേച്ചർ കഴിഞ്ഞു, പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി ആകെ രണ്ട് സാധനങ്ങളേ ഉള്ളൂ. ഏതൊക്കെ? പ്രോപ്പർട്ടീസും യൂസസും. അതും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും. ഇത്ര സിമ്പിളാ. ഓർഗാനിക് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംവിധാനമേ അല്ല. ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനം. ഇനി ആർക്കെങ്കിലും ഈ പ്രിപ്പറേഷന്റെ മുന്നേ ഉള്ള കാര്യങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുന്നേ ഉള്ള പാർട്ട് 1 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും.